നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. എമ്പുരാന്റെ റീ എഡിറ്റ് പതിപ്പ് തിയേറ്ററുകളിലെത്തി. ഇന്നലെ രാത്രിയോടുകൂടിയാണ് റീ എഡിറ്റഡ് ഭാഗം തിയേറ്ററുകളിൽ എത്തിയത്. ഇന്ന് രാവിലത്തെ ഷോ മുതൽ റീ എഡിറ്റഡ് പതിപ്പായിരിക്കും പ്രദർശിപ്പിക്കുക. വ്യാപകമായ പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാതാക്കളുടെ ആവശ്യപ്രകാരം 24 സീനുകളാണ് എമ്പുരാനിൽ വെട്ടിയത്. ബജ്രംഗി അഥവാ ബൽരാജ് എന്ന വില്ലന്റെ പേര് ബൽദേവാക്കി മാറ്റി. ഗുജറാത്ത് കലാപകാലത്തെ വർഷം കാണിക്കുന്നത് ഒഴിവാക്കി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ മുഴുവൻ ദൃശ്യങ്ങളും വെട്ടിമാറ്റി. എമ്പുരാന്റെ റീ എഡിറ്റിംഗ് സമ്മർദ്ദം മൂലമല്ലെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ. ആരുടെയും ഭീഷണിയായി ഇതിനെ കാണരുത്. വേറെ ഒരാളുടെ സംസാരത്തിൽ നിന്നല്ല ഇത് ചെയ്തത്. ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്തു. അത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മോഹൻലാലിനും മറ്റ് അണിയറ പ്രവർത്തകർക്കും സിനിമയുടെ കഥ അറിയാമെന്നും പൃഥ്വിരാജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനിടെ കണ്ണൂർ പാപ്പിനിശ്ശേരി സ്വദേശി പ്രേമന്റെ ഉടമസ്ഥതയിലുള്ള തമ്പുരു കമ്മ്യൂണിക്കേഷൻ ജനസേവന കേന്ദ്രത്തിൽ നിന്ന് എമ്പുരാന്റെ വ്യാജപ്പതിപ്പ് പിടികൂടി. സ്ഥാപനത്തിലെ ജീവനക്കാരി കീരിയാട് സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തു. ലാപ്ടോപ്പുകളും ഹാർഡ് ഡിസ്കുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ചിത്രത്തിന്റെ വ്യാജപ്പതിപ്പ് പെൻഡ്രൈവിൽ കോപ്പി ചെയ്ത് കൊടുക്കുന്നുവെന്ന് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത്. വളവട്ടണം പോലീസാണ് വ്യാജ പ്രിന്റ് പിടികൂടിയത്. ചിത്രത്തിന്റെ സംവിധായകൻ പൃഥ്വിരാജ് ഇതുവരെ നേരിട്ട് പ്രതികരിക്കാത്തതിനും എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യയും അമ്മയും മാത്രം പ്രതികരിച്ചതിനെ കുറിച്ച് ഹരി തമ്പായി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ വന്ന രസകരമായൊരു കുറിപ്പിങ്ങനെ: 2007-2009 കാലഘട്ടത്തിൽ തന്നെയുള്ള ആരോപണമാണെങ്കിലും കഴിഞ്ഞ വർഷം നടന്ന ഇസ്രായേൽ ഹമാസ് പ്രത്യാക്രമണങ്ങളുടെ സമയത്തും HRW ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് നടത്തിയ ഒരു കണ്ടെത്തൽ ശ്രദ്ധേയമായിരുന്നു. ഹമാസ് ഭീകരവാദികൾ അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് മനുഷ്യ കവചമായി നിർത്തുന്നത് അവിടെയുള്ള അവരുടെ തന്നെ വൃദ്ധരായ അമ്മമാരെയും അവരുടെ ഭാര്യമാരെയും ഒക്കെയാണ് എന്നതാണ്. അത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മരിച്ചവരുടെ കണക്കുകൾ അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന സംവാദത്തിൽ യൂറോപ്യൻ യൂണിയനും ഹമാസിനെതിരെ സമാനമായ ആരോപണം ഉയർത്തിയിരുന്നത്. അത് യുണൈറ്റഡ് നേഷൻസ് ജനറൽ സെക്രട്ടറി ശരിവെക്കുകയും ചെയ്തു. 2023 കിബട്സ് ബീറിയിലും നഹൽ ഓസിലും ഇസ്രായേലിനെതിരെ ഹമാസ് നയിച്ച ആക്രമണത്തിൽ പലസ്തീന്റെ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലി ബന്ദികളായ വൃദ്ധ സ്ത്രീകളെയും അവരുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട മറ്റ് സ്ത്രീകളെയും മനുഷ്യ കവചമായി ഉപയോഗിച്ചതായി കാണപ്പെടുന്ന 2 സംഭവങ്ങളിലെങ്കിലും HRW റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് സമാനമായ പ്രവർത്തനങ്ങൾ കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദം അരങ്ങു തകർത്തു വാണിരുന്ന കാലത്ത് ഉണ്ടായിരുന്നതായി 2006 ഇന്ത്യൻ എക്സ്പ്രസ് ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിച്ചു വന്നത് പൃഥ്വിരാജിന് വേണ്ടി ആദ്യം അദ്ദേഹത്തിന്റെ ഭാര്യ രംഗത്ത് വന്ന വിഷയവും ഇപ്പോൾ വിവാദങ്ങൾക്ക് ശേഷം അമ്മ മല്ലിക സുകുമാരൻ മാധ്യമങ്ങളെ ഫേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യവുമാണ് അതിൽ എനിക്ക് പറയാനുള്ളത്. ഇന്നലെ RSS മുഖപത്രമായ ഓർഗനൈസർ അതിന്റെ ലേഖനത്തിൽ പറഞ്ഞത്, അടുത്ത കാലത്തായി ഇന്ത്യൻ സിനിമയിൽ യഥാർത്ഥ സംഭവങ്ങളെ ധീരവും ക്ഷമാപണമില്ലാത്തതുമായ ആഖ്യാനങ്ങളിലൂടെ ചിത്രീകരിക്കാൻ ലക്ഷ്യമിടുന്ന സിനിമകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ദ കാശ്മീർ ഫയൽസ്, ദ കേരള സ്റ്റോറി എന്നിവയാണ് ഈ ചിത്രങ്ങൾ യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായി അവതരിപ്പിക്കുന്നതിൽ മടിച്ചില്ല. കൂടാതെ ദേശീയ തലത്തിൽ സുപ്രധാനമായ സംഭാഷണങ്ങൾക്ക് തുടക്കമിട്ടു. എന്നാൽ മുരളി ഗോപി എഴുതി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത അടുത്തിടെ പുറത്തിറങ്ങിയ മലയാള സിനിമയായ എമ്പുരാൻ തികച്ചും വ്യത്യസ്തവും ആഴത്തിലുള്ള ആശങ്കാജനകവുമായ ഒരു പാതയാണ് സ്വീകരിക്കുന്നത്. ഒരു ഫിക്ഷൻ കൃതിയാണെങ്കിലും അതിന്റെ നിരാകരണമായ എമ്പുരാൻ എന്നതിൽ പ്രഖ്യാപിച്ചതുപോലെ ഭീകരതയെ മഹത്വവൽക്കരിക്കുകയും വർഗീയ സംഘർഷങ്ങൾക്ക് കാരണമായേക്കാവുന്ന വളരെ പക്ഷപാതപരമായ ഒരു ആഖ്യാനം നെയ്യുകയും ചെയ്തുകൊണ്ട് അപകടകരമായ ഒരു അതിർത്തി കടക്കുന്നു. കേരളത്തിൽ പരോക്ഷമായി അക്രമ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന സിനിമകൾക്ക് ഒരു മുൻതൂക്കമുണ്ട്. ദൃശ്യം പുറത്തിറങ്ങിയതിനു ശേഷം സിനിമയുടെ ഇതിവൃത്തത്തെ അനുകരിക്കുന്ന യഥാർത്ഥ സംഭവങ്ങൾ ഉണ്ടായി. അടുത്തിടെ അഫാൻ എന്നയാൾ 5 കുടുംബാംഗങ്ങളെ ചുറ്റിക ഉപയോഗിച്ച് കൊലപ്പെടുത്തി മാർക്കോ ചിത്രീകരിച്ചിരിക്കുന്ന അക്രമത്തെ ഇത് പ്രതിഫലിപ്പിച്ചു. ഐസിസ്, ജെയ്ഷെ മുഹമ്മദി തുടങ്ങിയ തീവ്രവാദ സംഘടനകളിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ആശങ്കാജനകമായ പ്രവണതയ്ക്കൊപ്പം അത്തരം സിനിമകൾ ഇതിനകം തന്നെ അസ്ഥിരമായ അന്തരീക്ഷത്തിൽ ഒരു തീപ്പൊരിയായി മാറിയേക്കാം. എമ്പുരാന്റെ ഉള്ളടക്കം മാത്രമല്ല, അതിന്റെ ഫണ്ടിംഗ് സ്രോതസ്സുകളും ഉദ്ദേശവും അന്വേഷിക്കേണ്ടത് സർക്കാരും ബന്ധപ്പെട്ട ഏജൻസികൾക്കും അനിവാര്യമാണ്. ഇത്തരമൊരു അപകടകരമായ ഗൂഢാലോചന സൃഷ്ടിക്കാൻ സംവിധായകനെ പ്രേരിപ്പിച്ചത് എന്താണ്, അല്ലെങ്കിൽ ആരാണ് എന്ന ചോദ്യവും ഉയർത്തി. കോവിഡിന് ശേഷം പൃഥ്വിരാജിന്റെ സാമ്പത്തിക വളർച്ച അതിവേഗമായി വളർന്നു. കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സമ്പാദനം നടന്നതായി റിപ്പോർട്ടുണ്ട്. ഇതിന് സൂക്ഷ്മ പരിശോധന ആവശ്യമാണ്. പ്രത്യേകിച്ച് സിനിമയുടെ ഉള്ളടക്കത്തിൽ ഇന്ത്യൻ സംസ്ഥാനത്തിനും അതിന്റെ സ്ഥാപനങ്ങൾക്കുമെതിരെ സൂക്ഷ്മവും അത്ര സൂക്ഷ്മമല്ലാത്തതുമായ കുത്തിവയ്പ്പുകൾ ഉൾപ്പെടുമ്പോൾ എന്നും ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.